ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊട്ടാരക്കരയിലാണ്. കുറേ ദിവസമായിട്ട് ഐ എം വെരി ടയേർഡ് ഫ്രോം ദ ഔട്ട്സൈഡ് സൺ. ഒത്തിരി ട്രാവലിംഗ് ആയിരുന്നു, ലോങ് അവേഴ്സ് ഓഫ് മേക്കപ്പ്. സോ അത് കാരണം എൻ്റെ സ്കിന്ന് ഒത്തിരി അങ്ങ് ഡള്ളായിപ്പോയി. പിന്നെ ഒത്തിരി ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ സൈഡിലൊക്കെ ഒരുപാട് പാടും കൃതമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്കിൻ ക്ലിനിക്കിൽ പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഇറങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ കൊട്ടാരക്കരയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഉള്ള ഒരു ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് CCI ഹെൽത്ത് പ്ലസ് എന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കരയിലുണ്ട്. സോ ഇന്ന് അവിടെ പോയിട്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ്. സോ ലെറ്റ്സ് ഗോ ടു കോമ്പറ്റീഷന് പോകുമ്പം 5-6 ദിവസം കണ്ടിന്യൂസ് മോർണിംഗ് ആഫ്റ്റർനൂൺ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മേക്കപ്പും അതനുസരിച്ച് ഒത്തിരി ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള പാടുകൾ, പിന്നെ ചെറിയ ആക്നെ പമ്പ്സ്, മാർക്സ് ഒക്കെ ഉണ്ട്, സ്കാർ. അപ്പോൾ അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഏതാണ് സജസ്റ്റ് ചെയ്യാൻ? കംപ്ലയിൻസ് വെച്ച് കേട്ടത്തോളം സ്കിൻ അസസ് ചെയ്യുമ്പോഴത്തേക്കും 2-3 കാര്യങ്ങൾ ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലായിട്ട് ബയലാറ്ററൽ ഏരിയയിൽ മൂക്കുരു ആദ്യമേ ഉണ്ടായിരുന്നു അല്ലേ. മൂക്കുരു വന്നു പോയതിന് പാടുകൾ, ഇപ്പോൾ ആക്റ്റീവ് മൂക്കുരുവിൻ്റെ 8 കണ്ടീഷൻസ് കാണുന്നുണ്ട്. അപ്പം 8 വന്നു പോയിട്ട് സ്കാറുണ്ട്, പ്ലസ് സൺ ടാൻ വന്നതിൻ്റെ സ്കിൻ ഡാമേജ്, രണ്ട് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈക്വലി ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ പറഞ്ഞിട്ട് കാർബൺ ഫീലാണ്. സ്കിന്നൊന്ന് നോക്കാൻ അതൊരു കാർബൺ പീൽ പ്രൊസീജിയറിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്ന പ്രൊസീജിയറാണ് കാർബൺ പീൽ. അപ്പോൾ കാർബൺ പീലിനെ പല പേരിലേക്ക് അറിയപ്പെടുന്നുണ്ട്. ഫോട്ടോ ഫേഷ്യൽ അല്ലെങ്കിൽ ബോളിവുഡ് ഫീലാണ്, പല രീതിയിൽ കാർബൺ പീലിനെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ പോവുകയാണ്. കാർബൺ പീൽ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ആർക്കാണ് കാർബൺ പീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാർബൺ പീൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ കാർബൺ പീൽ എന്ന് പറയുന്നത് നമ്മൾ കാർബൺ ഉപയോഗിച്ചിട്ട് ലേസർ വഴി നമ്മൾ മുഖത്തുണ്ടായിട്ടുള്ള പാടുകളെയും മറ്റുള്ള കാര്യങ്ങളെയും നീക്കം ചെയ്യുന്നതാണ്. നമ്മൾ ആർക്കൊക്കെയാണ് കാർബൺ പീൽ പ്രിഫർ ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ കാർബൺ പീൽ ചെയ്യുന്നത് മുഖത്ത് കുരു വന്ന് പോയിട്ടുള്ള പാടുകളുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫൈൻ റിങ്കിൾസ്, അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് പ്രൊസീജിയറായിട്ട് സ്കിൻ റിജുവനേഷന് വേണ്ടിയിട്ട് കാർബൺ പീൽ ചെയ്യാം. പിന്നെ കാർബൺ പീൽ ആർക്കൊക്കെ ചെയ്തുകൂടാന്നുള്ളത് പറയുമ്പോൾ ആക്റ്റീവായിട്ട് എലിമിനേഷൻസ് ഉണ്ട്. നല്ല രീതിയിൽ മൂക്കുരുവൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ മൂക്കുരു ഒന്ന് ട്രീറ്റ് ചെയ്തിട്ടാണ് കാർബൺ പീൽ യൂഷ്വലി പറയാറുള്ളത്. പിന്നെ അല്ലാതെ നമ്മൾ ഒരു 3 ഡേയ്സിൽ പെട്ടെന്ന് ഫംഗ്ഷൻ വരുന്നത് ഫേഷ്യന് ഒരു സ്കിൻ ഗ്ലോ വേണമെന്നുണ്ടെങ്കിലും ഒരു 4 to 5 ഡേയ്സ് ഗ്യാപ്പിന് ഫംഗ്ഷന് മുമ്പായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഫേഷ്യൽ റിജുവനേഷനും ഗ്ലോ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറായിട്ട് കാർബൺ പീൽ എടുക്കാവുന്നതാണ്. ആദ്യം ഒരു സ്കിന്നിനെ ആക്സസ് ചെയ്ത് ഒരു ഡെർമറ്റോളജിസ്റ്റ് കണ്ടിട്ട് വേണം നമ്മൾ കാർബൺ പീൽ പ്രിഫർ ചെയ്യുന്നത്, കാർബൺ പീൽ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ കാർബൺ പീൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും പ്രൊസീജിയർ ചെയ്യാനായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ ഡെർമറ്റോളജിസ്റ്റ് സ്കിൻ ആക്സസ് ചെയ്ത് വേറെ സ്കിന്നിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. പേഷ്യൻ്റ് വന്ന ദിവസം തന്നെ നമ്മൾ പേഷ്യൻ്റ് ആ പ്രൊസീജിയർ റൂമിൽ കിടത്തും, കാർബൺ അപ്ലൈ ചെയ്യും. ഒരു 10 മിനിറ്റ് പേഷ്യൻ്റ് അത് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ കാർബൺ നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഒന്ന് വലിച്ചെടുക്കും. പിന്നെ നമ്മൾ ഈ ലേസർ അടിക്കുമ്പോഴത്തേക്കും അത് ബ്ലാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഓപ്പൺ പോർസിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഫേഷ്യൽ റിജുവിനേഷൻ നടക്കും. കൊളാജനെ ബൂസ്റ്റ് ചെയ്തിട്ട് സ്കിൻ ഒന്ന് ടൈറ്റൻ അപ്പ് ആയിട്ട് ഒരു സ്കിൻ റിജുവിനേറ്റഡ് ലുക്ക് വരും. അത്രയാണ് കാർബൺ ബേസിക്കലി ചെയ്യുന്ന കാര്യം. പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻ്റ് ഫേസ് ആകുമ്പോൾ ഒന്നുകൂടി ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു കൊളാജൻ മാസ്ക് പോലെ സംഭവിച്ചിട്ട് പേഷ്യൻ്റ് ഒന്ന് റിജുവിനേറ്റഡ് ലുക്കും ആ ഒരു കൂളിംഗ് എഫക്ട് കൂടെ കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മളൊരു 3 വീക്സിന് വീണ്ടും പേഷ്യൻ്റെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ക്ലിയർ സ്കിൻ, പേഷ്യൻ്റ് ഉണ്ടായ ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരു ഫെയറിങ് നമുക്ക് 3 വീക്സിനുള്ളിൽ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഫേസ് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ നോർമൽ ക്ലെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് ഇങ്ങോട്ട് കിടത്തിയതിനു ശേഷം കാർബൺ അപ്ലൈ ചെയ്യാം.
പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം കാർബോഹൈഡ്രേറ്റ് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ്സോളം കഴിഞ്ഞ് ഫ്യൂഷൻ നന്നായിട്ട് ഇപ്പോൾ കറക്റ്റ് അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാവും. പ്രൊസീജിയർ കഴിഞ്ഞു. പേഷ്യൻറ്റ് കംഫർട്ടായിട്ട് റെസ്റ്റ് ചെയ്യാതെ വേറെ എഴുതിമയോ കാര്യങ്ങളോ ഇപ്പോൾ കാണുന്നില്ല. വൈകിട്ട് ഇനിയും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. വൈകിട്ട് ചിലർക്ക് പീലിംഗ് പോലും ഉണ്ടാകും. പീലിംഗ് ചെറിയ തൊയ്യ പൊരുകി അതൊക്കെ പോലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ തരും. അതിനെ പോലത്തെ ഒരു സൺ പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ട് വരും. ഇപ്പോൾ സ്കിൻ അസെറ്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലാണ്, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ മാസ്ക് പോയി സ്കിൻ അസസ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലാണ്. വേറെ ചില റെഡ്നെസ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ പോസ്റ്റ് പ്രൊസീജിയർ മാസ്ക് ഇട്ട് കഴിയുമ്പോൾ സ്കിൻ നോർമലാണ്. അസസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ട് സബ്സ്ക്രൈബ് പേഷ്യൻ്റെ കംഫർട്ടൊക്കെ ഇൻഫിനിറ്റ് വരികയാണ്. So guys, I'm done with my carbon peel today. നമ്മുടെ അസീസിയ ഹെൽത്ത് പ്ലസിൽ കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ് ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ടാറ്റു റിമൂവൽ, പിന്നെ ലേസർ ഹെയർ റിമൂവൽ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്, അലോങ് വിത്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഓൾസോ.